ഹായ് ഓൾ, മൈ നെയിം ഇസ് അനീഷ് അറ്റ് അധീന എഡ്യൂക്കേഷൻ. ഇന്ന് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് BSc നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിന് പുറത്ത് നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്ന പേരൻസിനെ സംബന്ധിച്ചോളം ഒത്തിരി കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഒരു പരിധി കൂടുതൽ അന്വേഷിക്കാനോ മറ്റുള്ള കാര്യങ്ങളോ വലിയ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് പേരൻസ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു 13 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പേരൻസ് ഒരു 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് 90% പ്രശ്നങ്ങളില്ലാതെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാം. നമ്പർ 1, നമ്മൾ ഒരു കോളേജ് എടുക്കുമ്പോൾ കുട്ടികളെ വിടുന്നത് മെഡിക്കൽ കോളേജ് മാത്രം ചൂസ് ചെയ്യുക. ഈ മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്താ ഉള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ MBBS പഠിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് എൻ്റെ കുട്ടിക്ക് വിട്ടത് സാധാരണ കോളേജിലല്ല, MBBS പഠിക്കുന്ന സ്ഥലത്താണ് വിട്ടേക്കുന്നത്. അപ്പം എനിക്ക് കോളേജ്, ഹോസ്റ്റല്, ഹോസ്പിറ്റല് എല്ലാം കിട്ടി, അതും ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്നാൽ നമുക്ക് നേരെ സാധാരണ കോളേജ് നോക്കാം. നമ്മൾ ഈ പാരൽ കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട്, കോളേജ് ഉണ്ടാവും, ഹോസ്പിറ്റൽ കാണത്തില്ല, മറ്റുള്ള സൗകര്യങ്ങളൊന്നും കാണത്തില്ല. നമുക്കിതൊന്നും ഗ്യാരണ്ടി പറയാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണം. കുട്ടികളെ വിടുമ്പോൾ മെഡിക്കൽ കോളേജിൽ വിടുക, പാരൽ കോളേജിൽ വിടാതിരിക്കുക. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും സ്റ്റെപ്പ് മൊത്തം നിങ്ങൾ കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഞാൻ ഈ പറയുന്നതിനകത്ത് വളരെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഒന്ന് ഉറപ്പിച്ചു, മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യം കിട്ടും, സാധാരണ കോളേജിൽ ഒന്നും ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ്, നമുക്ക് ഈ ഒരു പ്രൊഫഷന് പ്രാക്ടീസ് വേണം, അല്ലെ? മെഡിക്കൽ പ്രൊഫഷനാണ്, പ്രാക്ടീസ് വേണം. ഇത് മെഡിക്കൽ കോളേജിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ സാധാരണ കോളേജിലേക്ക് നോക്കാം, അവരെന്ത് പറയും? ഞങ്ങൾ അങ്ങോട്ട് വിടാം, ഇവിടെ വിടാം, പ്രാക്ടീസ് വിടുമെന്ന് പറയും. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി നമുക്കില്ല ഇതിന്. കാരണം നമുക്ക് ഈ കോഴ്സിന് പ്രാക്ടീസ് ലഭിച്ചേ തീരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് മറ്റുള്ള കോളേജുകളിലാകുമ്പോൾ, നമുക്ക് മെഡിക്കൽ കോളേജിലാകുമ്പോൾ നമുക്ക് MBBS ഫെസിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ അവർക്ക് വേണ്ടിയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റി ഉണ്ട്. അതിലും താഴെ നമുക്ക് മതി ക്ലിനിക്കൽ ഫെസിലിറ്റി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു, മെഡിക്കൽ കോളേജിൽ എൻ്റെ കുട്ടിയെ വിട്ടാൽ എനിക്ക് അവിടെ ക്ലിനിക്കൽ ഫെസിലിറ്റി കിട്ടി. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ അടിവരയിട്ടു, ക്ലിനിക്കൽ ഫെസിലിറ്റി കിട്ടി. മറ്റേടത്ത് എന്ത് ചെയ്യും? നമ്മൾ അവിടെ വിടാം, ഇങ്ങോട്ട് വിടാമെന്ന് പറയും. ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം. നമ്മളുടെ വീട്ടിൽ പലഹാര പാത്രത്തിൽ പലഹാരം ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിന് ആവശ്യത്തിന് കഴിക്കാം. അയലോക്കത്തെ വീട്ടിലുണ്ടെങ്കിൽ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, സ്വന്തമായി മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രാക്ടീസ് അവിടെ ലഭിച്ചിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ എന്തിന് അടിവരയിട്ടു? ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് അടിവരയിട്ടു. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അംഗീകാരം എന്ന് പറയുന്നത്. ഞാൻ പേരൻസിനോട് പറയും, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വിട്ടോ, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയുന്നത് ഇതുപോലെ, ഞാൻ എന്ത് പറയും? എൻ്റെ കോളേജ് നല്ലതാണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയും. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്ന കോളേജിലേക്ക് വരാനും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മെഡിക്കൽ കോളേജ് നോക്കി ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അംഗീകാരത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. കാരണം നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജാണ്, എറണാകുളം അമൃത മെഡിക്കൽ കോളേജാണ്, തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജാണ്. ഇതെല്ലാം പ്രൈവറ്റ് ആണ്, പക്ഷെ എന്താണ്? മെഡിക്കൽ കോളേജാണ്. അവിടെ ഒരിക്കലും ഗവൺമെന്റ് വന്നിട്ട് പറയുമോ നിങ്ങൾ MBBS പഠിപ്പിച്ചോ നഴ്സിംഗിന് അംഗീകാരം തരത്തില്ല എന്ന് പറയുമോ? പറ്റത്തില്ല. കാരണം MBBSനെക്കാളും താഴ്ന്ന കോഴ്സാണ് നഴ്സിംഗ്. അപ്പൊ നമുക്കൊരു കാര്യം, ഞാൻ എൻ്റെ കുട്ടി പഠിക്കുന്നത് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട്, അത് MBBS പഠിക്കുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് അവിടെ അംഗീകാരത്തിന്റെ കാര്യത്തിൽ നെല്ലും സംശയം വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ INCയുടെ കാര്യത്തിൽ അടിവരയിട്ടു. അപ്പം എന്നാൽ സാധാരണ കോളേജിൽ എന്തായിരിക്കും? ഈ വർഷം കാണും, അടുത്ത വർഷം കാണും, ചിലപ്പോൾ കാണത്തേ ഇല്ല. അപ്പൊ ഇതിനകത്തൊരു ദോഷം എന്താണെന്നറിയാവോ? നമ്മളെല്ലാം ധാരണ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് INC വേണ്ടെന്നല്ല, INC വേണം. നിങ്ങൾ കേരള നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ 2026 പാസ് ഔട്ടായി. ഞാൻ 2026 വർക്ക് ചെയ്ത്, ഞാൻ പഠിച്ചത് കർണാടകത്തിലാണെന്ന് വിചാരിക്കുക. ഞാൻ കർണാടക രജിസ്ട്രേഷനാണ് എൻ്റെ മദർ രജിസ്ട്രേഷൻ. ഞാൻ നേരെ വന്ന് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തെ ആ സമയത്ത് എൻ്റെ കോളേജിന് INC ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടില്ല? ഇപ്പോഴത്തെ നിയമപ്രകാരം ആ കുട്ടിക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ കേരള നഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റിൽ പോയാൽ അതിന്റെ ഡീറ്റെയിൽ അതിനകത്ത് കിട്ടും. കാരണം പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് INC. അപ്പം നമ്മൾ ഈ മെഡിക്കൽ കോളേജ് പോലത്തെ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു, എനിക്ക് എൻ്റെ കുട്ടി കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും എന്തു പോയില്ല, അംഗീകാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട, അവിടെ അംഗീകാരം ഉണ്ടായിരിക്കും. എന്നാൽ സാധാരണ കോളേജിലൊന്നും ഇത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. ഓക്കെ,
നമ്മൾ അംഗീകാരത്തിന്റെ പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ് ആണ്. പേരൻസ് എല്ലാം ചെയ്യുന്ന ഒരു തെറ്റാണ്, ഞാൻ അടക്കം ചെയ്യുന്ന ഒരു തെറ്റാണ്. എന്റെ കുട്ടിക്ക് പോക്കുവരവ് സൗകര്യം നോക്കും. ഞാൻ നിങ്ങളോട് പറയും, ഒരു കാരണവശാലും ട്രാവലിങ്ങിനല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഞാൻ അപ്പം കുട്ടികളോട് പറയും, നിങ്ങൾ ഹൈദരാബാദ് ആണെങ്കിലും പോയി മെഡിക്കൽ കോളേജ് എടുത്തു, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ എന്നോട് പേരൻസ് ചോദിക്കാറുണ്ട്, സാർ അത് ദൂരെ കൂടുതലല്ലേ? ഞാൻ ചോദിക്കും, എത്ര മണിക്കൂർ? മംഗലാപുരോ ബാംഗ്ലൂരോ പോകുന്നതിനേക്കാളും കൂടി വന്നാൽ 10 മണിക്കൂർ ട്രെയിനിൽ ഇരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹൈദരാബാദ് പോകണമെന്നല്ല പറയുന്നത്, ഫോർ എക്സാമ്പിളാണ് പറയുന്നത്. 10 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി വർഷത്തിൽ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങേയറ്റം പോയ 4 അവധി കൂടുതൽ ഒരു വർഷത്തിൽ ലഭിക്കുന്നില്ല. ആസ് പെർ ദ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് 3 അവധിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 അവധി കൂടുതൽ ഒരു കുട്ടി ട്രാവൽ ചെയ്യുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി 40 മണിക്കൂറാണ് ട്രാവൽ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും 80 മണിക്കൂർ. ഞാൻ അടക്കമുണ്ട് മൊബൈലിൽ നമ്മൾ കളയുന്നുണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ദിവസവും. നമുക്ക് 400-500 മണിക്കൂർ കളയണ്ട, നമുക്ക് 60 മണിക്കൂർ കളയാൻ നമ്മൾ എവിടെ പോകും? ഈ പാരൽ കോളേജിലേക്ക് ചെല്ലും. ചെയ്യരുത്. കുട്ടികളോട് ഞാൻ പറയും, 360 ദിവസവും 300 ദിവസവും നിങ്ങൾ എവിടെ? കോളേജിനകത്ത്. ഇതിനകത്തല്ലേ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി, ഇതിനകത്തല്ലേ ഫെസിലിറ്റി വേണ്ടത്? നമ്മൾ വരുന്ന വഴിക്ക് ട്രെയിനിൽ പോകാൻ സൗകര്യമുണ്ട്, ഫെസിലിറ്റി ഉണ്ട്, പഠിപ്പിയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ ഹോസ്പിറ്റലിൽ ഇല്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് പോയി വരാനുള്ള സൗകര്യത്തിനല്ല ഇമ്പോർട്ടൻസ്. ഒന്നുകൂടെ ഞാൻ ഇനി ഉറപ്പിച്ച് പറയാം, നമ്മൾ ഇത് പഠിച്ചിട്ട് നമ്മുടെ വീടിനടുത്തല്ല ജോലിക്ക് പോകുന്നത്, നമ്മൾ UK-ലും അയർലൻഡിലും ഒക്കെയാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രാവലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പേരൻസ് ഒരു കാരണവശാലും കുട്ടികളെ മെഡിക്കൽ കോളേജ് അല്ലാത്ത കോളേജിലേക്ക് വിടരുതെന്നാണ്. കാരണം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ വിടണം. ഇനി ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് വിടാനാ പറയുന്നത്. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്നെ ഒരാൾ പാലായിന്ന് വിളിക്കുക കഴിഞ്ഞ ഡിസംബറിൽ, ഒരു 15-ാം തീയതി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചു, സാറ് സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, സീറ്റ് എല്ലാം ക്ലോസ് ചെയ്തല്ലോ, കാരണം ഈ വർഷത്തെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതേ ആന്റി എന്നോട് പറയുകയാണ്, ഞങ്ങൾ ഈ ഒരു കോളേജിൽ പോയി ചേർന്നു. കോളേജൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഹോസ്പിറ്റലില്ല, സൗകര്യങ്ങളില്ല, INC ഇല്ല. ഞങ്ങൾ 1.5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ വിളിക്കാൻ കാരണം ചോദിച്ചു. സാറ് ഞാൻ അന്ന് വിളിച്ചപ്പോൾ ഈ 6 പോയിന്റ് എന്നോട് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതിന്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ നോക്കിയത്? ട്രാവലിങ്ങിന് അവിടെ ഇമ്പോർട്ടൻസ് നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇത്രയും ഇങ്ങനെ നോക്കാതെ വിട്ടതെന്ന് ചോദിച്ചും പറഞ്ഞു, എന്റെ കൊച്ചിന് പോക്കൊരു സൗകര്യം ഞാൻ നോക്കി. ചെയ്യരുത്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വിട്ടോ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും. ഇനി ഏജൻസി എന്തെല്ലാം പറഞ്ഞോ നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് അവിടെ ലഭിച്ചിരിക്കും. ഓക്കെ, 4ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ്. ഇനി 5ാമത്തെ പോയിന്റ് ആണ്, ഇന്ന് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് 90% കോളേജുകാരും ഫീസ് കൂടുതലാണ് മേടിക്കുന്നത്. കാരണം നമ്മളത് കാണുന്നതാണ്, ഫീസ് 10-12 ലക്ഷം മേടിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്നില്ല 10%കാരുണ്ട് വളരെ മാന്യമായി ഫീസ് മേടിക്കുന്നത് 10%. അവരെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എനിക്കറിയാം, മംഗലാപുരത്തൊക്കെ വളരെ ഫീസ് കുറച്ച് മേടിക്കുന്ന കോളേജുകാരുണ്ട്, പിന്നെ ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, ചെന്നൈയിലുണ്ട്. ഒക്കെ ഇവരെ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. കാരണം എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചു, സാറേ ഒരു കോളേജിൽ ഇത്ര ലക്ഷം, 12 ലക്ഷം തോന്നുന്നു, 12 ലക്ഷം ഫീസ്, ഇവിടെ ഫീസ് കുറവാണല്ലോ, അപ്പം പഠിപ്പില്ല അവിടെ അല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 2 വർഷം മുമ്പ് ആ കോളേജിലെ ഫീസ് എത്രയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 5.25. അപ്പൊ ഞാൻ ചോദിച്ചു, 25 വർഷത്തിന് മേളിൽ പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 2 വർഷം മുമ്പ് അവിടെ പഠിപ്പീരില്ലായിരുന്നോ? അപ്പോഴാണ് അദ്ദേഹത്തിന് പിടി കിട്ടിയത്, ശരിയാണല്ലോ, 2 വർഷം കൊണ്ട് എങ്ങനെയാ ആ 5.25 നിന്ന് 12ലേക്ക് ചാടുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒരു കാര്യമുണ്ട്, നമ്മൾ തന്നെ അനുഭവസ്ഥരാ. 4 വർഷം 5 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു കൊറോണ വന്നപ്പോൾ നമ്മൾ 150-200 മാസ്ക് മേടിച്ച് മുഖത്ത് വെച്ച് വരാം. ഇപ്പോഴാരെങ്കിലും വെക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത്രയും ഫീസിന്റെ ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഫീസിന്റെ ആവശ്യമില്ല. കാരണം 2 വർഷം മുമ്പ് നിങ്ങൾ 5.25-നും 6-നും 6.5-നും ഒക്കെ പഠിപ്പിച്ചവരാണ്. ഇപ്പൊ നിങ്ങൾ മേടിക്കുന്ന 12. ഈ ഫീസ് നിങ്ങളോട് കൂടുതൽ മേടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം. ഇപ്പൊ ഞാൻ എന്താ പറയും, ഞാൻ എന്റെ കോളേജ് നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫീസിന്റെ കാര്യത്തിൽ ഇത് ജെന്യൂൻ ആണോ, നിങ്ങളിത് കൊടുക്കാൻ നിന്നിട്ട് അവര് മേടിക്കുന്നത്. 2-3 വർഷം മുമ്പ് നിങ്ങൾ ആരും കൊടുക്കാനില്ലായിരുന്നു, ഇവരാരും ഫീസ് ഇത്രയും മേടിച്ചിട്ടില്ല. ഇത് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. കാരണം ഇതിന്മേൽ വരുന്ന ബാധ്യത ഭയങ്കരമാണ്. കാരണം ഫോർ എക്സാമ്പിൾ, ഒരു മെഡിക്കൽ കോളേജിൽ 6 ലക്ഷം, വേറെ മെഡിക്കൽ കോളേജിൽ 12 ലക്ഷം വിചാരിക്കുക. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ 6 ലക്ഷം നിങ്ങൾ 99% ആൾക്കാരിൽ ലോണാണ്. ഈ ലോണ് നിങ്ങളുടെ മേൽ വരുന്ന പലിശ 6 ലക്ഷം, ഞാൻ മറ്റേതിന് പലിശ ഉണ്ട് കൂട്ടിയിട്ടില്ല, ഈ അധികം വന്ന 6 ലക്ഷത്തിന്റെ പലിശ വെച്ച് കൂട്ടിയാൽ ഏകദേശം 4 വർഷം കൊണ്ട്
ഏകദേശം നിങ്ങൾക്ക് 8 ലക്ഷം രൂപയോളം മൊത്തം വരും. അതായത് നിങ്ങൾ ഉണ്ണാതെയും ഉടുക്കാതെയും എന്ത് പറ്റി, കോളേജുകാരും ബാങ്കുകാരും കൂടെ നിങ്ങളുടെ 8 ലക്ഷം രൂപയോളം കൊണ്ടുപോയി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലായിടത്തും ഫീസ് ഭയങ്കര കൂടുതലാണ് എന്ന് കരുതി 10% കണ്ടുണ്ട് വളരെ മാന്യമായി ഫീസ് മേടിക്കുന്ന പല കോളേജുകാരും ഉണ്ട്. അത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതും മെഡിക്കൽ കോളേജുകാർ തന്നെ ഫീസ് കുറവ് മേടിക്കുന്നവരുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്തത് 5ാമത്തെ പോയിന്റ്, ഇപ്പം നിങ്ങൾ ഫീസ് ഒരു കോളേജിലേക്ക് ബുക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. മെഡിക്കൽ കോളേജ് ആയാലും സാധാരണ കോളേജ് ആയാലും കോളേജിന്റെ അക്കൗണ്ടിൽ തന്നെ പേയ്മെന്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി എൻ്റെ അറിവിലുള്ള കോളേജുകളെല്ലാം 10,000 റുപ്പീസിൽ കൂടുതൽ മേടിക്കുന്നില്ല ബുക്കിംഗ് എമൗണ്ട്. ബാക്കി എമൗണ്ട് ഡയറക്റ്റ് കോളേജിൽ കൊണ്ട് നേരിട്ട് കൊടുക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം നിങ്ങൾ കോളേജിന്റെ അക്കൗണ്ട് നമ്പർ തരുന്ന ഇനി ഏജൻസി ആണെങ്കിൽ പോലും നിങ്ങൾ കോളേജിന്റെ അക്കൗണ്ട് നമ്പർ തരുന്നവരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അവർ നിങ്ങൾക്ക് അതും 10,000 റുപ്പീസ് കൂടുതൽ കൊടുക്കരുത് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ബാക്കി എമൗണ്ട് നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ കൊണ്ട് അടയ്ക്കാം. മാക്സിമം അല്ലെങ്കിൽ 25, അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും 10 ആണ്, അതിനപ്പുറത്തേക്ക് മേടിക്കില്ല. അതും കോളേജിന്റെ അക്കൗണ്ടിൽ തന്നെ കൊടുക്കാനാണ് ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ 6 പോയിന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം പ്രശ്നങ്ങൾ തീരും. നിങ്ങൾക്കൊന്ന്, മെഡിക്കൽ കോളേജ് വിട്ടാൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടും. 2, നിങ്ങൾക്ക് ക്ലിനിക്കൽ ഫെസിലിറ്റി കിട്ടി. 3, നിങ്ങളുടെ INC-യുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. 4, നിങ്ങളുടെ ട്രാവലിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കാരണം അടുത്തത് പിന്നെ ഫീസിന്റെ കൂടുതൽ മേടിക്കുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനിയും ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഓൾ.